പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. കൃഷിൻ്റെയും അതുപോലെ തന്നെ കൺമണിയുടെയും ജീവിതത്തിൽ. ഇതേ തുടർന്ന് കമ്പനിയിലുള്ളവർക്കെല്ലാം വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. കൃഷി കാരണമാണ് ഈ മാറ്റങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം നന്ദിയോടെയാണ് ഇപ്പോൾ കൃഷിനെ നോക്കിക്കാണുന്നത്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. കൃഷിന് നന്ദിയുണ്ട് എന്ന് അവർ തുറന്നു പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്കും സന്തോഷമായിരിക്കുകയാണ്. ഇതോടെ അവിടെയുള്ളവർ ഇവിടെയുള്ള ആചാരം പോലെ കൃഷും കൺമണിയും ശിവപാർവതിയുടെ ചടങ്ങുകൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു. ഇതോടെ ഞെട്ടിപ്പോവുകയാണ് കൃഷ്. ഒടുവിൽ സന്തോഷത്തോടെ ഞങ്ങളതിന് തയ്യാറാണ് എന്ന കൃഷ് കൺമണിയെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നു. ഇതേ തുടർന്ന് കൺമണി തൻ്റെ മനസ്സിലെ കാര്യങ്ങൾ കൃഷിനോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുകയാണ്. കൃഷ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ കൺമണി, എന്തു പറ്റി? അത് നമ്മളുടെ വിവാഹത്തിന് ഒരുപക്ഷെ സാഗർ സാറും സുജ മേഡവും സമ്മതിച്ചില്ല എങ്കിൽ എന്തു ചെയ്യും കൃഷ്? കൃഷിനോട് എന്നെ വിവാഹം കഴിക്കരുത് എന്ന് അവർ ആവശ്യപ്പെട്ടാലോ? ഇത് കേൾക്കുന്ന കൃഷ് ആകെ പകച്ചു പോവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊരു ചോദ്യം കൃഷ് പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും? ആ ഒരു ചോദ്യം മുന്നിൽ വന്നു നിൽക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അമ്മയും അച്ഛനും വിവാഹത്തിന് സമ്മതിക്കും. അത് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചെന്നു മാത്രം കൃഷ് സാർ. ഒരുപക്ഷെ അവർ സമ്മതിച്ചില്ല എങ്കിൽ കൃഷ് സാർ എൻ്റെ കഴുത്തിൽ താലി ചാർത്തരുത്. എന്ത്? അതെ, അതാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടുകാരുടെ സമ്മതത്തോടെയല്ലാതെ നമുക്കൊരു ജീവിതം അത് വേണ്ട കൃഷ് സാർ. എനിക്കത് കൃഷ് സാറിനോട് പണ്ടേ പറയണമെന്നുണ്ടായിരുന്നു. സാഗർ സാറും സുജ മേഡവും എന്നെ അംഗീകരിക്കണം. എന്നാൽ മാത്രമേ ഈ വിവാഹത്തിന് ഞാൻ തയ്യാറാവുകയുള്ളൂ. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന കൃഷ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോവുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്ന് കൃഷ് ആലോചിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് സുജിയെയും അതുപോലെ തന്നെ സാഗറിനെയും ഞെട്ടിച്ച ആ സന്തോഷ വാർത്ത വന്നെത്തുന്നത്. ഇതോടെ ആൻറ്റിയമ്മയോടും ആ സന്തോഷ വാർത്ത തുറന്ന് പറയുകയാണ് ഇപ്പോൾ സാഗർ. എന്നാൽ ഈ വാർത്ത മാനസയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നുമില്ല. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.